ഹലോ എവ്രിവൺ. ഖത്തർ ചന്ദ്രികയുടെ വാർത്താധിഷ്ഠിത പോഡ്കാസ്റ്റ് പങ്ക്തിയായ ദേശം ദേശാന്തരീയത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷംസീർ കേളോത്ത്. (2020) എന്ന വർഷം ഇന്നലെയുടെ താളുകളിലേക്ക് ചുരുങ്ങുകയാണ്. ഈ വർഷം മനുഷ്യരാശിയുടെ മുൻപാകെ തൊടുത്തുവിട്ട പരീക്ഷണങ്ങൾ വർഷാവസാനവും അതേ അളവിൽ നിലനിൽക്കുന്നു. 2020 കലണ്ടറിനെ മജ്ജയും മാംസവുമുള്ള ഒരു വ്യക്തിയായി പരിഗണിച്ചു പറയുകയാണെങ്കിൽ 2020 ഒരു ഇരയാണ്, അല്ലേ? കൊറോണ എന്ന് പേരിട്ട് വിളിച്ച മഹാമാരിയാൽ തകർന്നു പോയൊരു വർഷം, അല്ലെങ്കിൽ മഹാമാരി താണ്ഡവമാടിയ നാളുകൾ ലോകത്തിന് നൽകിയതിന് പഴികേൽക്കേണ്ടി വന്ന പാവമൊരു വർഷം. മനുഷ്യരാശിയെ വല്ലാതെ വലച്ചു കളഞ്ഞ കൊറോണയെ തന്നെ നോക്കൂ. 2019 അതിന്റെ ആരംഭം ചൈനയിൽ വുഹാൻ പ്രൊവിൻസിൽ. COVID-19 അതല്ലെങ്കിൽ COVID-19 എന്നാണല്ലോ പൊതുവെ കൊറോണയെ നമ്മൾ വിളിക്കാറ്. 2020 ഈ മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിച്ചത് എന്നതിനാൽ തന്നെ 2020 ഒരു പ്ലേഗ് വർഷമായാണ് പലരും രേഖപ്പെടുത്തുന്നത്, കണക്കാക്കുന്നത്. അതേസമയം 2020 മനുഷ്യന്റെ സമാനതകളില്ലാത്ത അതിജീവനത്തിനായുള്ള പൊരുതലിന്റെ കൂടി കഥ പറയാനുള്ള ഒരു വർഷമാണ്. സാധാരണക്കാരൻ മുതൽ ഭരണാധികാരികളും ശാസ്ത്രജ്ഞരും മതനേതാക്കളും വരെ ഒരേ മനസ്സോടെ പൊതുശത്രുവിനെതിരെ ഐക്യപ്പെട്ടു എന്നൊന്നും പറയാനാവില്ലെങ്കിൽ കൂടി ഈ നശിച്ച കൊറോണയൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ഇവരൊക്കെ ഏക മനസ്സോടെ ചിന്തിച്ച കാലം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞതിനർത്ഥം കൊറോണയുടെ ഭീഷണി 2021 അവസാനിച്ചിരിക്കുന്നു എന്നല്ല കേട്ടോ. എങ്കിലും 2020 മധ്യമാസങ്ങളിൽ നമ്മൾ അനുഭവിച്ച അനിശ്ചിതാവസ്ഥയുടെയും അരക്ഷിതാവസ്ഥയുടെയും സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നതൊരു വാസ്തവമാണ്. കൊറോണക്കെതിരെയുള്ള പോരാട്ടം ബഹുമുഖമായിരുന്നു. കൊറോണക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഥകൾ പല രീതിയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. രോഗാണുക്കൾ മനുഷ്യകുലത്തിൽ ചെലുത്തിയ ചില സ്വാധീനങ്ങളെ പറ്റിയാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രോഗാണുക്കൾ മനുഷ്യജീവിതത്തിൽ ചെലുത്തിയ ചെറുതല്ലാത്ത ചില ഇടപെടലുകൾ, സ്വാധീനങ്ങൾ, അതിന്റെ ഓർമ്മകൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ പരിശോധിക്കും. ജോഗ്രഫറും ചരിത്രകാരനും നരവംശാസ്ത്രജ്ഞനുമൊക്കെയായ ജെറഡ് ഡാമണ്ട് എഴുതിയ ഗൺസ്, ജെംസ് ആൻഡ് സ്റ്റീൽ ഫേറ്റ്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ് എന്ന കൃതി നമ്മേറെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഗുഡ് വിൽ ഹണ്ടിങ് എന്ന ഹോളിവുഡ് ചിത്രത്തിൽ നായക കഥാപാത്രം പറയും പോലെ വായിക്കുമ്പോൾ തലമുടി പിന്നോട്ട് പോകും പോലെയുള്ള അനുഭവം വായനക്കാരിൽ സൃഷ്ടിക്കുന്ന പുസ്തകങ്ങളിലൊന്ന്. വേട്ടയാടി ജീവിച്ച കാലത്ത് നിന്ന് കൃഷിയിലേക്ക് മനുഷ്യൻ തിരിഞ്ഞത് അവന് വളർത്തുമൃഗങ്ങളുമായി അടുപ്പിക്കുകയും അത് വ്യത്യസ്തമായ പല രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരുന്നതിന് കാരണമായി എന്നുമാണ് ഡയമണ്ടിന്റെ തിയറി. ഡയമണ്ട് പറയുന്നത് നോക്കുക. മനുഷ്യകുലത്തിന്റെ അന്തകരായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്മോൾ പോക്സ്, ഫ്ലൂ, ട്യൂബർക്യുലോസിസ് അഥവാ TB, മലേറിയ, പ്ലേഗ്, മീസൽസ്, കോളറ തുടങ്ങിയവയൊക്കെ മൃഗങ്ങളുടെ രോഗങ്ങൾ എന്ന് പരിണമിച്ച സാംക്രമിക രോഗങ്ങളാണ്. മനുഷ്യരിൽ രോഗത്തിന് കാരണമായ മൃഗങ്ങളിൽ നിന്ന് ഉരുവപ്പെട്ട രോഗാണുക്കളിൽ ഭൂരിഭാഗവും വൈരുദ്ധ്യമെന്ന് പറയട്ടെ ഇന്ന് മനുഷ്യരെ മാത്രം ബാധിക്കുന്ന രോഗങ്ങളാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും പിന്നീട് മനുഷ്യരിൽ മാത്രമായി ചുരുങ്ങുകയും ചെയ്ത രോഗാണുക്കളാണ് മാനവകുലത്തിന്റെ ഏറ്റവും വലിയ അന്തകരെന്ന് ചരിത്രം കാണിക്കുന്നു. മ്യൂട്ടേഷൻ എന്ന പദം ഇന്ന് നമുക്ക് സുപരിചിതമായി മാറിയിരിക്കുന്നു, താങ്ക്സ് ടു കൊറോണ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ച സ്പാനിഷ് പനി എന്ന പേരിലറിയപ്പെട്ട മഹാമാരി 2 കോടി ജനങ്ങളുടെ ജീവനാണെന്നെടുത്തത്. മരണസംഖ്യ അതിലെത്രയോ കൂടുതലാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. AD 1300കളിലാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് ലോകം പേരിട്ട് വിളിച്ച ബിബോണിക് പ്ലേഗ് യൂറോപ്പിലെത്തുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചതിന് 7 ദിവസത്തിന് ശേഷമാണ് പ്ലേഗ് ബാധയേറ്റവർക്ക് അതിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. നമ്മുടെ കൊറോണയ്ക്ക് ഇതിനോട് ചില സാമ്യതകളുണ്ടെന്ന് തോന്നുന്നു. യൂറോപ്പിന്റെ പകുതിയിലധികം ജനങ്ങൾ പ്ലേഗ് കാരണം അന്ന് മരിച്ചുപോയെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യൂറോപ്പിൽ മാത്രമല്ല കേട്ടോ, ഈ കാലയളവിൽ ഇന്ത്യ, ചൈന, പേർഷ്യ, സിറിയ, ഈജിപ്ത് എന്നീ പ്രദേശങ്ങളിലൊക്കെ പ്ലേഗ് ദുരിതം വിതച്ചിരുന്നു. പ്രകൃതിയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന, മനുഷ്യര് നേരിട്ട് പങ്കില്ലാത്ത മഹാമാരികൾ മാത്രമല്ല, കരുതിക്കൂട്ടി എതിരാളികൾക്കെതിരെ പ്രയോഗിക്കപ്പെട്ട രോഗാണുക്കളുടെ ചരിത്രം കൂടി പറയാനുണ്ട് മാനവകുലത്തിന്. ന്യൂ വേൾഡ് അഥവാ പുതിയ ലോകം എന്ന് യൂറോപ്യർ പേരിട്ട് വിളിച്ച അമേരിക്കൻ വൻകരയിലെ അന്തേവാസികളെ ഇല്ലാതാക്കാൻ കുതിരകൾ
വലകളും വെടിമരുന്നുകളും മാത്രമായിരുന്നില്ല സ്പാനിഷ് അർമാഡകൾ 15-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചത്. നേറ്റീവ് ഇന്ത്യൻസിനു നേരെ പ്രയോഗിക്കപ്പെട്ട ഏറ്റവും വലിയ ആയുധം സ്മോൾ പോക്സ് എന്ന രോഗാണു കൂടിയായിരുന്നു. ഡയമണ്ടിന്റെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, യുദ്ധഭൂമിയിലല്ല മറിച്ച് അധിനിവേശകർ കൊണ്ടുവന്ന രോഗാണുക്കളാൽ രോഗബാധിതരായി കിടക്കയിലാണത്രേ കൂടുതൽ അമേരിക്കൻ അന്തേവാസികളും കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. മഹാന്മാരായ സൈനിക ജനറൽമാരെന്ന് യൂറോപ്യർ വാഴ്ത്തിയ സ്പാനിഷ് കോൺക്വിസ്റ്റഡോർ ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത സാമ്രാജ്യങ്ങളായിരുന്ന മെക്സിക്കോയിലെ എയ്റ്റക്കിനെയും പെറുവിലെ ഇൻകയെയും ഇല്ലാതാക്കിയത് സ്പാനിയാർഡ്സിന് പ്രതിരോധ ശക്തിയുള്ളതും നേറ്റീവ് ഇന്ത്യൻസിന് യാതൊരു അറിവുമില്ലാതിരുന്ന വസൂരി അണുക്കളിലൂടെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. AD 1520 വസൂരി ഒരു അടിമയിലൂടെ മെക്സിക്കോയിലെ എയ്സ്റ്റക് നാടുകളിൽ പടർന്നു പിടിക്കുന്നത്. രാജാവടക്കം പ്രജകളിൽ പകുതി പേരും രോഗത്താൽ മരണമടഞ്ഞു. പിന്നീട് കോൺക്വിസ്റ്റഡോർ കോർഡസിന് കാര്യങ്ങൾ എളുപ്പമായി. പെറുവിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സ്പാനിഷ് പട പെറുവിലെത്തുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിൽ നിന്നും വസൂരി പെറുവിലെത്തിയിരുന്നു. പിസാരോ എന്ന ജനറലിന് രോഗാതുരമായ ഒരു ജനതയെയാണ് പെറുവിലും നേരിടാനുണ്ടായിരുന്നത്. ഡയമണ്ട് തന്റെ പുസ്തകത്തിന് നൽകിയ പേര് തന്നെ തോക്ക്, രോഗാണുക്കൾ, ഉരുക്ക് എന്നാണല്ലോ. ഈ 3 ഘടകങ്ങളാണ് ലോക സമൂഹത്തിന്റെ അവസ്ഥ നിർണയിച്ചതെന്ന്, ഫെയ്റ്റ് നിയന്ത്രിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അമേരിക്കൻ വർണ്ണവിവേചനത്തിന്റെയും അടിമത്തത്തിന്റെയും നൂറ്റാണ്ടുകളായുള്ള ചരിത്രത്തിന് തുടക്കക്കാരനായത് ഒരു കൊതുകാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കേതായാലും അത് വിശ്വസിക്കാനാവില്ല. പക്ഷെ അങ്ങനെ പറയുകയാണ് അമേരിക്കൻ എഴുത്തുകാരി സോണിയ ഷാ. വർഷാവർഷം 10 ലക്ഷം ജനങ്ങളുടെ മരണത്തിന് കാരണമാവുന്ന മലേറിയ രോഗത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന അതീവ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഫീവർ എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ കരിമ്പ് പാടങ്ങളിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ യൂറോപ്യർ കൊണ്ടുപോവാനിടയായത് എന്നവർ വിശദീകരിക്കുന്നു. അമേരിക്കൻ വൻകരയിലെ കരിമ്പ് പാടങ്ങളിലേക്കും സ്വർണ്ണ ഖനികളിലേക്കും അടിമജോലിക്ക് അയച്ച നേറ്റീവ് ഇന്ത്യൻസിന് മലേറിയയും സ്മോൾ പോക്സും അടക്കമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനാവാതെ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോഴത്രേ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ആഫ്രിക്കൻ മനുഷ്യരെ അടിമ വ്യാപാരത്തിലൂടെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. 15-ാം നൂറ്റാണ്ടോടെ തന്നെ ട്രാൻസ് അറ്റ്ലാന്റിക് അടിമ വ്യാപാരം തുടങ്ങിയിരുന്നതായി പലരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടിമക്കച്ചവടം അതിന്റെ പരിമതിയിലെത്തിയത് 18-ാം നൂറ്റാണ്ടിലാണ്. AD 1700-നും 1800-നും ഇടയിലാണ് 6 മില്യൺ അഥവാ 60 ലക്ഷം കറുത്ത വർഗ്ഗക്കാരെ ചങ്ങലക്കിട്ട് കടൽ കടത്തി അമേരിക്കയിൽ എത്തിച്ചത്. അടിമ വ്യാപാരത്തിലേക്കും വർണ്ണവെറിയിലേക്കും നയിച്ച നെറുകേടിന്റെ മറ്റു വശങ്ങളെ മറച്ചുവെച്ച് ലേബർ കുറവ് പരിഹരിക്കാൻ മാത്രമാണ് കറുത്ത വർഗ്ഗക്കാരെ അടിമകളാക്കിയതെന്ന വാദം അതിശയോക്തിപരം തന്നെയാണ്. പക്ഷേ മറ്റു പല ഘടകങ്ങൾക്കുമൊപ്പം യൂറോപ്യരുടെ നെറുകെട്ട ലാഭക്കണ്ണുകൾ ആഫ്രിക്കയിലെ പാവം മനുഷ്യരിലേക്ക് തിരയാനിടയായതിൽ മലേറിയ രോഗാണുക്കൾക്ക് പങ്കുണ്ടായേക്കാം. ചൈനയിലെ വുഹാനിലാണ് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടത്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പടർന്നു പിടിക്കപ്പെട്ട രോഗമായതിനാൽ കൊറോണ എന്ന മഹാമാരിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഭയപ്പെട്ടു. ഒരുപക്ഷെ ആഗോളതലത്തിൽ ഈ രോഗം ആദ്യം വലയെറിഞ്ഞത് തന്നെ വിമാനയാത്രക്കാരായ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് നേരെയായിരുന്നു. അമേരിക്കൻ ഗവൺമെന്റ് മാത്രം കൊറോണ വാക്സിനായുള്ള ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് എന്ന പദ്ധതിക്കായി $12 ബില്യൺ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലേറിയ പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ വർഷാവർഷം 10 ലക്ഷം പേരുടെ ജീവനെടുക്കുന്നുണ്ടെങ്കിലും കൊറോണ സൃഷ്ടിച്ച ഭീതി മലേറിയ ലോകമെമ്പാടും സൃഷ്ടിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. എന്തായിരിക്കാം അതിന് കാരണം? മരണസംഖ്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ കൊറോണ ഇതുവരെ 1.5 മില്യൺ 15 ലക്ഷം പേരുടെ ജീവനാണ് എടുത്തതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന വർഷാവർഷം ആവർത്തിക്കപ്പെടുന്ന മലേറിയ രോഗത്തോട് വലിയ മുൻകരുതലോ വലിയ ഫണ്ടിങ്ങോ ഒന്നും നടത്താൻ തയ്യാറാവാത്ത സമ്പന്ന രാഷ്ട്രങ്ങളടക്കം കൊറോണയ്ക്കെതിരെ കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് ഡോളർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ $12 ബില്യൺ ചെലവഴിച്ച അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് മലേറിയയെ പ്രതിരോധിക്കാനായി ഇറങ്ങുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതിനൊരു കാരണമുണ്ട്. കാരണം മലേറിയ പരത്തുന്ന കൊതുകിൽ നിന്ന് രക്ഷ നേടാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ യൂറോപ്യരടക്കമുള്ള വെള്ളക്കാരടക്കമുള്ള സമൂഹത്തിലെ ക്രീമി ലെയർ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ മലേറിയ ഒരു ഭീഷണിയല്ല, പക്ഷെ കൊറോണ ഒരു ഭീഷണിയായി ഇന്നും നിലനിൽക്കുന്നു. ഇത് ഏത് രോഗാണുവിനെതിരെയാണ് സമൂഹത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് എന്നതിന്റെ ആ ഒരു ചോയ്സ്
അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസിന്റെ ആ ഒരു യുക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ കൂട്ടം കൂടി താമസിക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് മലേറിയ കൊതുകുകളുടെ സാന്നിധ്യം ദക്ഷിണാഫ്രിക്കയിൽ കുറവായിരുന്നു എന്നതായിരുന്നു അത്രേ. ആഫ്രിക്ക പിടിക്കാനിറങ്ങിയ വെള്ളക്കാർക്ക് അവിടുത്തെ പട്ടാളക്കാരേക്കാൾ അതല്ലെങ്കിൽ അവിടുത്തെ നാട്ടുരാജ്യങ്ങളെക്കാൾ ഭയം അവിടുത്തെ മലേറിയ കൊതുകുകളായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. മഡഗാസ്കറിലെ ഒരു രാജാവ് അന്ന് പറഞ്ഞിരുന്നു അത്രേ, നമ്മുടെ കൊതുകുകൾ ഉള്ള കാലത്തോളം നമ്മുടെ നാട് കീഴടക്കാൻ യൂറോപ്യൻ അധിനിവേശ ശക്തികൾക്ക് കഴിയില്ല എന്ന്. അതെന്തെങ്കിലും ആവട്ടെ, പിന്നീട് ആഫ്രിക്ക യൂറോപ്യരുടെ കീഴിൽ വരുന്നത് ലോകം കണ്ടു. ദൈവവും പരിണാമവും, രോഗാണുവും പ്രതിരോധ മരുന്നും, കൊളോണിയലിസവും ചെറുത്തുനിൽപ്പും, ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ ചേർന്ന സങ്കീർണമായ ചരിത്രമാണ് മനുഷ്യവർഗത്തിൻ്റെത്. മനുഷ്യന്റെ ചരിത്രം 2021 കടക്കുമ്പോൾ നമ്മുടെ കൂടെ നാം ആഗ്രഹിക്കാത്ത ഒരു അതിഥി കൂടിയുണ്ട്, COVID-19. ഏതായാലും 2021 ഒരു നല്ല വർഷമായി മാറട്ടെ എന്ന് ആശംസകൾ നേരുകയാണ്. ഏവർക്കും പുതുവത്സരാശംസകൾ. നന്ദി.